നമ്മളെവിടെ പോവാ? നമ്മൾ ലണ്ടനിൽ പോവാണോ? ഹലോ, ഞങ്ങൾ ഇന്ന് ലണ്ടനിൽ പോവാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളിവിടെ എത്തിയിട്ട് ഏകദേശം 1 വർഷത്തോളമായി. ഇതുവരേക്കും ലണ്ടനിൽ ഇങ്ങനെ പോവാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ച് ആദ്യം വന്നപ്പോൾ ഇവനെയും കൊണ്ട് ഇത്രയും ദൂരം ഡ്രൈവ് പറ്റില്ല, ഇത്രയും ദൂരം അങ്ങനെയൊക്കെ വിചാരിച്ച് ആദ്യം മാറ്റി വെച്ചു. പിന്നെ ആ ലണ്ടനിലെ ഇഷ്യൂസും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അത് വെച്ച് മാറ്റി വെച്ചു. എന്തായാലും ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ട് 1 കൊല്ലമായി, ഇതുവരെ ലണ്ടൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തായാലും ലണ്ടനിൽ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അന്നത്തെ പോലെ പണ്ട് ഞങ്ങൾ 8 കൊല്ലം മുമ്പാണ് ഞങ്ങൾ ലണ്ടനിൽ പോയിട്ടുള്ളത്, 8 കൊല്ലത്തിന് മേലെ. അപ്പോൾ ഇങ്ങനെ ഓടിച്ചാടിയൊരു കാണലായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും നടക്കില്ല. എന്നാലും ഈ ടവർ ബ്രിഡ്ജ് അങ്ങനത്തെ ഒരു മെയിൻ സ്ഥലങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക എന്നുള്ളൊരു പ്ലാൻ വെച്ചാണ് തുടങ്ങണേ. ബസ്സിലാണ് പോണത്. അപ്പോൾ ഞാനിവിടെ വന്നൊരു പ്രോപ്പർ ബസ് യാത്ര ആദ്യമായിട്ടാണ്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നോക്കട്ടെ. ഫുൾ ലണ്ടൻ വരെ ബസ്സിൽ പോകാമെന്നുള്ള പ്ലാനിലൊക്കെയാണ് ജേണി ആദ്യം സ്റ്റാർട്ട് ചെയ്തെങ്കിലും പിന്നീട് അതെടുക്കുന്ന സമയവും കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് പിടിച്ച് ഞങ്ങൾ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ട്രെയിൻ എടുത്തിട്ടാണ് ലണ്ടനിലേക്ക് പോയത്. ലണ്ടൻ പാഡിങ്ടൺ സ്റ്റേഷനിൽ പോയി ഇറങ്ങി. അപ്പം ആ ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിനകത്ത് ഭയങ്കര ഇടിയായിരുന്നു. നിൽക്കാൻ പോലും സ്ഥലമില്ലാണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് നിന്നിട്ടാണ് ഞങ്ങൾ എത്തിയത്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ പാഡിങ്ടണിൽ നിന്ന് ഞങ്ങൾ എടുത്ത ട്രെയിൻ മറ്റേ ലണ്ടൻ മെയിൻ അട്രാക്ഷൻ്റെ ഒക്കെ ഭാഗത്തേക്ക് എടുത്ത ട്രെയിൻ, അത് നല്ല ട്രെയിനായിരുന്നു. ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. അവിടെ നിന്ന് ഞങ്ങൾ നല്ല എൻജോയ് ചെയ്ത് ലണ്ടനിൽ ചെന്നിറങ്ങി. ട്രെയിൻ ചെന്ന് ഇറങ്ങിയിട്ട് പുറത്ത് കിടന്നപ്പോൾ ഉള്ളൊരു ഫീല്, അത് ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്കറിയില്ല ഇനി ഒരിക്കലും ഞാൻ വരില്ല എന്ന് പ്രതീക്ഷിച്ചൊരു സ്ഥലത്തേക്ക് പിന്നെ വന്ന് ഇറങ്ങിയതിൻ്റെ ആ ഒരു പണ്ടത്തെ മെമ്മറീസൊക്കെ വന്നതിൻ്റെ ഫീലിംഗ് ആണോ, അതോ ലണ്ടൻ എന്നുള്ളൊരു സിറ്റിയിലേക്ക് കടക്കുമ്പോഴുള്ള ആ ഒരു ഫീലാണോ, എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര സന്തോഷവും ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ആയിരുന്നു ചെന്നിറങ്ങിയപ്പോൾ. കാരണം വെച്ചാൽ ലണ്ടൻ എന്ന് പറയുന്ന ആ ഒരു സിറ്റിയിലേക്ക് ചെന്ന് ഇറങ്ങുമ്പോൾ ആ ഫീലിംഗ് ടോട്ടലി വേറെയാണ്. എന്താ പറയുക, വൈബ് എന്നൊക്കെ പറയില്ല, ആ വൈബ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ആദ്യം ഞങ്ങൾ ചെയ്തത് ടവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെയുള്ള നടത്തം തന്നെയാണ്. കാരണം വെച്ചാൽ അത് മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീണ്ടും ഞങ്ങൾ ടവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ നടന്നു. അതിൻ്റെ മുകളിൽ നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തു. അപ്പോൾ എല്ലാവർക്കും ടവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇടിയും ബഹളമൊക്കെ ടവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ ആ തിക്കും തിരക്കൊക്കെ ഉണ്ട്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് പോലെ നമുക്ക് തോന്നും. കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്നൊക്കെയോ ഇങ്ങനെ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കണമെന്നുള്ളത് അത് ശരിക്കും ഒരു വേറെ ഫീലിംഗ് ആണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, ഞങ്ങളിവിടെ ഇങ്ങനെ ഇരുന്ന് ടവർ ബ്രിഡ്ജിൻ്റെ അടിയിൽ റെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലയ്ക്ക് പെട്ടെന്ന് അപ്പാപ്പനെ അമ്മേനെ മിസ് ചെയ്തു. അപ്പോൾ അതാണ് ഐ മിസ് അപ്പാപ്പ എൻ്റെ അമ്മാമ്മ എന്ന് പറഞ്ഞതാണ് നിങ്ങൾ കേട്ടത്. ട്രെയിനിൽ നിന്ന് ഇറങ്ങി മൊത്തം നടന്ന് ടവർ ബ്രിഡ്ജ് എല്ലാം നടന്ന്
അത്രയും നടന്നതിൻ്റെ ക്ഷീണം. അപ്പോൾ എല്ലാവർക്കും റെസ്റ്റ് ചെയ്യണം, എല്ലാവർക്കും സ്നാക്ക് വേണം. അപ്പോൾ ഞങ്ങളതൊക്കെ ബാഗിൽ പാക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എന്നാൽ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ടവർ ബ്രിഡ്ജ് നോക്കി റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരുന്ന് സ്നാക്കൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു. അപ്പം സാമിക്കാണെങ്കിൽ അവനിങ്ങനെ വിശാലമായി നടക്കാനൊരു സ്ഥലം കിട്ടിയതല്ലേ, ഓടടാ ഓട്ടം, എങ്ങോട്ട് നടക്കണം എങ്ങോട്ട് ഓടണം എന്ന് ഒരു ബോധവും ഇല്ലാണ്ട് അവൻ കിടന്ന് ഓടുമായിരുന്നു. ഞങ്ങൾ പണ്ട് ലണ്ടനിലോട്ട് വരുമ്പോൾ ഐക്ക് മാത്രമല്ല ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ, എല്ലയും സാമിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവൻ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ് സംസാരിക്കണം. ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലയ്ക്ക് വലിയ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അവൻ. അപ്പോൾ അവന് ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചാൽ അവൻ 1.5-2 വയസ്സിലാണ് അവൻ വന്നിട്ടുള്ളത്. എന്നാലും അവൻ പണ്ടത്തെ വ്ളോഗുകൾ കണ്ടതിൽ കൂടെ അവൻ എപ്പോഴും ആ മെമ്മറി അവനിങ്ങനെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവൻ വലിയ ആളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് അവൻ പറയുക. ടവർ ബ്രിഡ്ജും അതിനോടനുബന്ധിച്ചുള്ള കാഴ്ചകളും കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കെന്നാൽ ബറോ മാർക്കറ്റ് ഒന്ന് പോകാമെന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ ബറോ മാർക്കറ്റ് കണ്ടിട്ടില്ല. മുമ്പ് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നപ്പോഴും ബറോ മാർക്കറ്റ് ഞങ്ങൾ ഒരിക്കലും പോയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ അത് കാണാമെന്ന്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ കുറേ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ കണ്ടിരുന്നു ബറോ മാർക്കറ്റിൽ കുറേ ഫുഡും, എസ്പെഷ്യലി മറ്റേ സ്ട്രോബെറിയുമോ ചോക്ലേറ്റ് ഒഴിച്ചതും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ബറോ മാർക്കറ്റ് പോകാമെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഞങ്ങൾ പോയതാണ് ബറോ മാർക്കറ്റ്. ബറോ മാർക്കറ്റ് എന്ന എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നെങ്കിലും കയറി കഴിഞ്ഞ് വിതിൻ മിനിറ്റ്സ് ഞാൻ റിയലൈസ് ചെയ്തു കയറണ്ടായിരുന്നു എന്ന്. അതുപോലത്തെ ക്രൗഡാണ്. നമ്മളാണെങ്കിൽ ഈ കുഞ്ഞു കൊച്ചിനെ സ്ട്രോളറും കൊണ്ടല്ലേ ഈ ക്രൗഡിൻ്റെ ഉള്ളിൽ കൂടെ നടക്കണേ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് അയ്യോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടന്നാൽ മതി എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഇതാണ് കേട്ടോ ഈ സ്ട്രോബെറിയുമ്പോൾ ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കുന്ന സ്ഥലം. പക്ഷേ ഞങ്ങളതല്ല വാങ്ങിയത്, ഞങ്ങൾ അവിടെ നിന്ന് ജ്യൂസാണ് വാങ്ങിയത്. സംഭവം അടിപൊളിയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഈ ഒരു പേര് കൊണ്ടാണ് തോന്നുന്നത് ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണ്. അതുപോലെ ക്യൂ ആണ്. എനിക്ക് തോന്നുന്നു ഈ ആൾക്കാർ കണ്ടാണ് വരുന്നത്. വലിയ ക്യൂ ആണ് അത് ട്രൈ ഔട്ട് ചെയ്യാൻ. പക്ഷെ ഞങ്ങൾ അമ്മയും മക്കളും ചോക്ലേറ്റിൻ്റെ ആരാധകരായതുകൊണ്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് പോയിട്ട് ബ്രൗണിയും ഫഡ്ജും അങ്ങനത്തെ കടകളൊക്കെ തപ്പിപ്പോയി അവിടെ നിന്ന് അതൊക്കെ വാങ്ങി നൈസായിട്ടൊരു ബെഞ്ച് കണ്ടുപിടിച്ച് അതിരുന്ന് കഴിച്ചു. സംഭവം മാർക്കറ്റ് അടിപൊളിയാണ് കേട്ടോ. എന്താ പറയുക, ആകാശത്തിന് താഴെ എന്തും കിട്ടുമെന്ന് പറയുന്ന പോലത്തെ ഒരു സെലക്ഷനാണ്. മോസ്റ്റ്ലി കഴിക്കാനുള്ളത് ഫ്രൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവം അടിപൊളി മാർക്കറ്റാണ്. പക്ഷെ നമുക്ക് പിള്ളേരെയും കൊണ്ട് പോകുമ്പോഴേ നമ്മളിങ്ങനെ ഭയങ്കര കെയർഫുള്ളായിരിക്കണം. പിള്ളേരിങ്ങനെ കൈവിട്ട് പോകുമോ എന്നുള്ളതും കൊച്ചിനെയും കൊണ്ട് ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകുമ്പോൾ അതുകൊണ്ട്. അതല്ലെങ്കിൽ നല്ല എന്താ പറയുക ഒഴിവുള്ളൊരു ദിവസം നോക്കി പോയി ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുക നല്ല രസമായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ വീക്കെൻഡ്സും അങ്ങനെ തിരക്കുള്ള ദിവസം പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഇതെന്താന്ന് കണ്ടോ, എഡിബിൾ ഇൻസെക്ട്സ്. അതായത് നമ്മുടെ ഉണക്കമീനൊക്കെ വെച്ചിട്ടുള്ള പോലെ പലതരം ഇൻസെക്റ്റുകളെ ഉണക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഭയങ്കര നിറയെ പ്രോട്ടീനും നിറച്ച് ഫൈബറൊക്കെയാന്ന് പറഞ്ഞിട്ട്. എനിക്കറിയില്ല, പുഴുവും പാറ്റയും പോലത്തെ കുറേ സാധനങ്ങളിങ്ങനെ ഉണക്കി വെച്ചേക്കുക. അത് കഴിഞ്ഞ് ലണ്ടനിൽ ഇനി എങ്ങോട്ട് പോകാമെന്ന് നോക്കിയപ്പം ബക്കിംഗ്ഹാം പാലസ് മിസ് ചെയ്യാൻ പറ്റുമോ? എനിക്കാണെങ്കിൽ ഇങ്ങനെ ക്വീൻ എലിസബത്തും റോയൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവരുടെ കാര്യങ്ങളൊക്കെ വായിക്കാനും പിടിക്കാനൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഇനി നമുക്ക് പാലസിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അടുത്ത ട്രെയിൻ എടുത്ത് ബക്കിംഗ്ഹാം പാലസിൻ്റെ സ്റ്റേഷനിൽ പോയി ഇറങ്ങി അങ്ങനെ പാലസിലെത്തി.
ശരിക്കും പറഞ്ഞാൽ ഈ പാലസിൻ്റെ മുമ്പിലെത്തിയപ്പോഴും എനിക്ക് പണ്ടത്തെ മെമ്മറീസാണ് കേട്ടോ വന്നത്. കാരണം വെച്ചാൽ 2016 ഞാൻ ആദ്യമായിട്ട് പാലസ് കാണുന്ന സമയത്ത് ക്വീൻ്റെ 90th ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ റിഹേഴ്സൽ പരേഡ് നടക്കുവാണ്. അപ്പോൾ ഫുൾ ആ ഒരു പരേഡിൻ്റെ ഹോഴ്സസ് വരുന്നതും എല്ലാവരും ഡ്രസ്സപ്പ് ചെയ്ത് പോകുന്നതും ഒക്കെ അന്ന് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെമ്മറീസും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അങ്ങനെ പാലസിൻ്റെ മുമ്പിൽ ഞങ്ങൾ കുറേ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ എത്തിച്ച് നോക്കി പാലസിൻ്റെ ഉള്ളിലുള്ളവർ എന്താ ചെയ്യണേ, ഗാർഡുകൾ എന്താ ചെയ്യണേ. ആ ഗാർഡുകൾ നിൽക്കണതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ അത്രയൊക്കെ ചെയ്യാനുള്ളൂ, കാരണം നമുക്ക് ഉള്ളിലേക്ക് കയറാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പിന്നെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ശരി ഇനി ഈവനിങ് ആവണേലും വീട്ടിലേക്ക് തിരിച്ചു പോവാം. അങ്ങനെ ഞങ്ങൾ തിരിച്ചുള്ള യാത്ര ഞങ്ങളുടെ ബസ്സിലായിരുന്നു. തെണ്ടിത്തിരിഞ്ഞ് വന്നു. എന്താ പറയുക, ബസ്സിൽ യാത്ര ചെയ്യണ്ടേ, കുറേ ബസ്സും ട്രെയിനും ഇങ്ങനെ മാറിക്കയറി അങ്ങോട്ട് പോയി ട്യൂബും. ഇത് യാത്രാക്ഷീണം ഭയങ്കരം സംഭവം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വിൻ്റർ ഇങ്ങനെ തുടങ്ങിയത് കൊണ്ട് ഇങ്ങനെ ഈവനിങ് ആവാൻ തുടങ്ങി. ഇപ്പോൾ 4:30 ആയിട്ടുള്ളൂ, പക്ഷേ ലുക്സ് ലൈക്ക് ഭയങ്കര ഈവനിങ് ആയ പോലെയാണ്. ഞങ്ങൾ പതുക്കെ റബപ്പ് ചെയ്ത് തിരിച്ചു വന്നു. ടയേർഡായി, പക്ഷേ നല്ല രസമായിരുന്നു. കുറേ നാൾ കൂടി ലണ്ടൻ കണ്ടതിൻ്റെ ഒരു രസം ഉണ്ടായിരുന്നു. എനിവേ ഹാഡ് എ വണ്ടർഫുൾ ടൈം. അപ്പം എല്ലാവരും അടിച്ചു പൊളിക്കൂ, സേഫ് ആയിട്ടിരിക്കൂ. ഓൾ ഓഫ് യു സ്റ്റേ ബ്ലെസ്ഡ്.